ജോലി കിട്ടാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുമുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് കരുത്തോടുകൂടെ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹിതരായി രാവും പകലും ജീവിക്കാൻ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന അതാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇടറിപ്പോയ രാത്രികളെ ഓർക്കണം, ഇടറിപ്പോയ ജീവിതത്തിൻ്റെ ഓരോ വഴികളും ഓർക്കണം. കർത്താവേ, നിന്റെ സ്വന്തമായി നിൽക്കേണ്ടിയിരുന്ന ഞങ്ങൾ ദുഷ്ടൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയി, ഈ ലോകത്തിൻ്റെ മായകളിൽ പെട്ടുപോയതിനെ ഓർത്ത് വ്യക്തമായിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ അവരും ഈ ലോകത്തിൻ്റെ അല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് അവരെ ദുഷ്ടനെടുക്കാതിരിക്കാൻ, ദുഷ്ടൻ്റെ പ്രലോഭനങ്ങളിൽ അവരെ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ തമ്പുരാനെ അവർക്ക് കാവലായി നിൽക്കണമേ എന്ന്, സ്വർഗീയ ദൂതൻ്റെ സംരക്ഷണവും കൂട്ടും നൽകണമേ എന്ന്, നാളെ ഒരു ദിവസം മുഴുവൻ അവരുടെ ജീവിതത്തിൽ എന്നും നന്മയുടെ വഴിയിലൂടെ മാത്രം നടക്കാൻ, സ്വർഗത്തിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ, ഈ ലോകത്തിൻ്റെ സ്വന്തമായി പോകാതെ ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ